നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലാണ് വായിക്കുന്നത്. ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 5-ാം അധ്യായമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 5. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. ഇരയ്ക്ക് വേണ്ടി കെണിയൊരുക്കി കാത്തു കിടക്കുന്ന പെരുമ്പാമ്പിനെ പോലെ റോഡ്. ഇത് അവസാനത്തെ ചാലാണ്. ഇതോടെ ബസ്സിൻ്റെ ഇന്നത്തെ ഓട്ടം തീരും. മുൻ സീറ്റിനടിയിലേക്ക് കാലുകൾ നീട്ടിവെച്ച് സീറ്റിന് മുകളിലെ കമ്പിയിൽ തലചായ്ച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് പ്രശാന്തൻ. പുരളിമലയ്ക്കപ്പുറത്ത് ഒളിപ്പോരാളിയെപ്പോലെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യൻ. പടിഞ്ഞാറ് ചെമ്പിച്ചു തുടങ്ങുന്നു. "ഇങ്ങൾ എടയ്ക്കാ?" പിന്നിലിരിക്കുന്ന ചുരുളൻ മുടിക്കാരൻ ചോദിച്ചു. "വായന്നൂർ വരെ." "മുരളി സഖാവിനെ കാണാനാ?" "തന്നെ." ചുവന്ന വഴിയോരങ്ങൾ ഇരുണ്ടു തുടങ്ങി. വളവ് തിരിഞ്ഞ് ബസ് നിന്നു. "ഇങ്ങൾ ഈടെ കീഞ്ഞോളി, ഏനോ ആ വളിക്കാ. ഏൻ കാട്ടിത്തരാം. വണ്ടി പോകൂല, വളി റൊമ്പ തകരാറ്." കൈമയ്ക്ക് പുറകെ പ്രശാന്തൻ ഇറങ്ങി. പൊന്തക്കാടുകളിൽ നിന്ന് കുറുക്കൻ ഓരിയിട്ടു. "ഒരു കറ്റ ചൂട്ട് തരിയും കൈക്കോറേ." ചിമ്മിണി തൂക്കിയ കടയിൽ നിന്ന് ചൂണ്ടാണി ചൂട്ട് കത്തിച്ച് വീശി മുമ്പേ നടന്ന കൈമ പറഞ്ഞു. "നിങ്ങൾക്ക് പരിചയം കുറഞ്ഞ വളിയല്ലേ, സൂക്ഷിക്കണം." തണുത്ത കാറ്റ് വീശി. ചൂട്ട് ഒന്നാളിക്കത്തി. ഇരുട്ടിൽ മിന്നാമിനുങ്ങുകൾ പോലെ ചൂട്ടുതരികൾ പാറി. കശുമാവിൻ തോപ്പ് കഴിഞ്ഞ് വയൽ വരമ്പിലൂടെ നടന്നപ്പോൾ കൈമ പറഞ്ഞു. "ദാ ആ ചിമ്മിണി കണ്ടില്ലേ, അതാ സഖാവിൻ്റെ കുടി." ചൂട്ട് വീശി കൈമ വഴി തെളിച്ചു. "സൂക്ഷിക്കണം, കുഴിയാ." കൈമ ചൂട്ടുകറ്റ കുത്തിക്കെടുത്തി വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. "ദാ മുരളിയേട്ടനെ തേടി ഒരു ചങ്ങായി വന്നിരിക്കണ്." മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് പഴയ മുരളി തന്നെ. "പ്രശാന്തൻ." മുരളി പ്രശാന്തൻ്റെ കൈ പിടിച്ചു. കവിഞ്ചിയിലിരുന്നു കൊണ്ട് പ്രശാന്തൻ മുരളിയെ വീക്ഷിച്ചു. തടി കുറഞ്ഞതുകൊണ്ടാവും അല്പം നീളം വച്ചതുപോലെ. "നീ ഇപ്പം ഏടന്നാ?" "കൊച്ചിന്ന്. ഇന്നലെ തലശ്ശേരിയിലെത്തി. ഇന്ന് കോളയാടനെ കണ്ടപ്പോൾ നിന്നെപ്പറ്റി പറഞ്ഞു." മുരളി ചിരിച്ചു. "നീ വല്ലതും കഴിച്ചോ?" "ഇല്ല, ഒന്ന് കുളിക്കണം, എന്നിട്ടാവാം." "ഏനിനി കുടിലോട്ട് ചെല്ലട്ടെ?" ഇയാൾ ഇത്ര നേരം നോക്കി നിന്നോ? പ്രശാന്തൻ അത്ഭുതം. കുത്തിക്കെടുത്തിയ ചൂട്ടെടുത്ത് കൈമ ചിമ്മിനി വിളക്കിൽ കാട്ടി തെളിച്ചു. കത്തുന്ന കറ്റയിൽ നിന്നും ബീഡി കത്തിച്ച് പുകച്ചു. പുറത്തെ ഇരുട്ടിനും കൈമയ്ക്കും ഒരേ നിറമായിരുന്നു. ഇരുട്ടിൽ ചൂട്ടുകറ്റ വയൽവരമ്പിലൂടെ നീങ്ങുന്നത് നോക്കി പ്രശാന്തൻ നിന്നു. തോട്ടിലെ വെള്ളത്തിൽ മുങ്ങി നിവരുമ്പോൾ എന്തെന്നില്ലാത്ത സുഖം തോന്നി പ്രശാന്തന്. ഋഷികേശിലോ കുടജാദ്രിയിലോ മറ്റോ ആണെന്ന തോന്നൽ. തോട്ടിലെ വെള്ളത്തിൽ നിന്നും കാലുകളിലൂടെ തണുപ്പ് ശരീരത്തിലേക്ക് ഇരച്ചു കയറുകയാണ്. മുകളിൽ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരുന്ന ചിമ്മിനി കെട്ടെന്ന് തോന്നുന്നു. വീട് എവിടെയെന്നറിയില്ല. വീശുന്ന കാറ്റിന് നല്ല തണുപ്പ്. ടോർച്ച് മിന്നിച്ച് പ്രശാന്തൻ പുറകെ നടക്കുമ്പോൾ മുരളിയുടെ മനസ്സ് പഴങ്കഥകളിലെത്തി. വടക്ക് പുരളിമല, കൂട്ടുപുഴയാറിനപ്പുറം കർണാടകക്കാടുകൾ. ആദ്യമായി പുരളിമല താണ്ടി കൂട്ടുപുഴയാറ് കടന്ന് കർണാടകക്കാടുകൾ പിന്നിട്ട് താൻ പോയത് അജയേട്ടനൊപ്പമായിരുന്നു. കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന പുരളിമലയിലൂടെ തലയിലും പുറത്തും കശുവണ്ടിച്ചാക്കുകളുമായി ഏട്ടനും കൈമയ്ക്കുമൊപ്പം കുന്നുകൾ കയറിയിറങ്ങുമ്പോൾ പോലീസിനെ മാത്രമേ ഞങ്ങൾ ഭയന്നിരുന്നുള്ളൂ. കാട്ടുമൃഗങ്ങളൊന്നും ഉപദ്രവിക്കാറില്ല. മുത്തപ്പൻ്റെ തുണ, ഏട്ടൻ അങ്ങനെയാണ് പറയാറ്. ഇന്നാ ഏട്ടൻ എവിടെ? ഭ്രാന്ത് പിടിച്ച ആൾ മരിക്കേ? അങ്ങനെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അറിയില്ല. "നീ എന്താ ആലോചിക്കുന്നത്?" പ്രശാന്തൻ്റെ ചോദ്യം കേട്ടാണ് ഉണർന്നത്. "വെറുതെ ഒന്നുമില്ല." "കോളയാടൻ പറഞ്ഞു നിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി എന്ത് നിലപാടെടുക്കാനാ നിൻ്റെ പുറപ്പാട്?" "എന്തെടുക്കാൻ?" ഇരുട്ടുപോലെ നിശബ്ദത അവരെ പൊതിഞ്ഞു. കഞ്ഞി കുടിക്കുമ്പോൾ പ്രശാന്തൻ ആരാഞ്ഞു. "നിനക്ക് കൃഷിയൊക്കെ ഉണ്ടോ?" "കുറച്ച് നിലം, ഒരു തോട്ടം. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയൊക്കെ അച്ഛൻ്റെയും പിന്നെ ഏട്ടൻ്റെയും ചികിത്സയ്ക്ക് തീരെഴുതി കൊടുത്തു. രണ്ടുപേരെയും പിടിച്ചു നിർത്താൻ പറ്റിയില്ല." "ഏട്ടൻ്റെ വിവരം വല്ലതും?" മുരളി കണ്ണടച്ച് കാട്ടി. കഞ്ഞി കുടിക്കാൻ ആംഗ്യം കാട്ടി. കിടക്കുന്ന നേരം മുരളിയോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് പ്രശാന്തൻ കരുതിയിരുന്നു. പാർട്ടിയുടെ ഇന്നത്തെ നിലപാട്, ഭാവി പരിപാടി, വിവാഹം, അങ്ങനെ പലതും.
ഇങ്ങോട്ടുള്ള വണ്ടി കയറലിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ തങ്ങൾക്കിടയിൽ ഇരുട്ടും നിശബ്ദതയും ഒരു മതില് പോലെ ഉയർന്നുവോ? ഉമ്മറത്ത് വിരിച്ച പായുടെ അങ്ങേ തലയ്ക്കൽ ബീഡി എരിയുന്നു. ബാക്കി എല്ലായിടവും കനമുള്ള ഇരുട്ട്. ഇരുട്ടിനെയും മൗനത്തിനെയും പിളർന്നുകൊണ്ട് തണുത്ത നനവിനൊപ്പം ഒരു പാട്ടിൻ്റെ ചീള് അവരെ തേടിയെത്തി. കുടുംബിയിൽ ആരോ മരിച്ചതാവാം. പുറത്ത് മഴ ചാറി തുടങ്ങുന്നു. തണുത്ത ഇരുട്ടിൽ എരിയുന്ന ബീഡിയെ നോക്കി പ്രശാന്തൻ കിടന്നു. ഇപ്പോൾ മുരളിക്ക് ആവശ്യം തൻ്റെ ഒരു സ്പർശമാണെന്ന് അവന് തോന്നി. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 5-ാം അധ്യായമാണിപ്പോൾ ഏവരും കേട്ടത്. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 5, രചന രാജേന്ദ്ര പ്രസാദ്.